പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിനെ ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ.
ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധത്തിൽ തളിക്കപ്പെട്ട രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ, എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. 1 യോഹന്നാൻ 5:4. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സാധനമാണിത്. വിശ്വാസം എന്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പാണ് വിശ്വാസം എന്നൊക്കെ നമ്മൾ ഹെബ്രായർ 11:1 വായിക്കത്തില്ലേ? അതല്ല ഇത് ഇത്തിരി കൂടിയ വിഷയമാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് വിശ്വാസം. ലോകത്തിൻ്റെ മേലുള്ള വിജയം വെച്ചുകൊണ്ടാണ്. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറയത്തില്ല, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ബൈബിളില് ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരർത്ഥം ജഡത്തിന്റെ വ്യാപാരങ്ങളാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യൻസ് 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. നമ്മൾ 1 യോഹന്നാൻ 5:4 അല്ലേ തുടങ്ങിയത്? എന്താണ്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം പ്രവൃത്തികൾ തന്നെയാണ് എന്താണ്? ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആണ് ലോകം എന്ന് പറയുന്ന ഒരർത്ഥം. അതെന്തൊക്കെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറയണത്. ആദിമസഭയിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. അവർ ന്യായസ്ഥാനത്തിന് മുമ്പ് അതൊക്കെ വെറുത്ത് ഉപേക്ഷിച്ചതാണ്. ആഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഹങ്കാരം, മത്സരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രോഗമാണ്. ഇതിൻ്റെ മേൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാകണത്. നമ്മുടെ പുരുഷൻ്റെ വഴികളും അതുപോലെ തന്നെയുള്ള ഉപവിപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ടത്ര ഫലം പ്രകടിപ്പിക്കാതെ വരും. ഓരോ കാലം ചെല്ലും തോറും നമ്മൾ വിശ്വാസത്തിൽ വളരണം. വളരണം എങ്ങനെയാണ്? വിശ്വസിച്ച് ഓരോ കാര്യം സാധിച്ചെടുക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളിലുള്ള അധമവാസനകളെ, ലോകത്തെ ജയിക്കണം. കർത്താവ് ജയിച്ചു. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ല സ്നേഹിത അവൻ കൊല്ലാൻ വേണ്ടി മുത്തിയപ്പോഴാണ് യുവദാസനെ വിളിക്കണത് എന്താണ്? ദുഷ്ട എന്നല്ലേ വിളിക്കണത്, സ്നേഹിത. ലോകത്തെ ജയിച്ച കണ്ടില്ലേ? നീ ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ചൂണ്ടി ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയും. കുരിശിൽ കിടക്കുമ്പോൾ ലോകത്തെ ജയിക്കണ കാണാം. എങ്ങനെയാണ്? പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് വൈരാഗ്യവും വിദ്വേഷത്തെയാണ് ഈശോ ജയിക്കണത്.
ക്ഷമ കൊണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇത് സാധർമ്മ്യത്തിലാണത് പറയണത്. നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴക്കിയിരിക്കുന്നു. ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും, ക്രിസ്തുവിന് ഞെരുക്കങ്ങളുണ്ടായി. ആ ഞെരുക്കങ്ങളുടെ ഇടയിൽ തന്നെയാണ് നിന്നുകൊണ്ടാണ് യൂദാസിനെ ശപിക്കണതിന് പകരം ഈശോ അനുഗ്രഹിച്ചത്. ലോകത്തെ ജയിച്ചതാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു യൂദാസിൻ്റെ മേൽ വിജയം കൈവരിക്കേണ്ടത് അങ്ങനെയാണ്. അവൻ ഉയർത്തിയ ലോകത്തിൻ്റെ മേൽ കർത്താവ് സുവിശേഷ വിജയം കൈവരിക്കും. സ്വന്തം പുനരുത്ഥാനത്തിന് താൻ തന്നെ സാക്ഷിയാകണം. ഒരു വലിയൊരു സംഭവമാണത്. ഇത് നമുക്ക് വിശ്വാസത്തിന് വെല്ലുവിളിയാണ് ഈശോയുടെ ജീവിതം. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ സഹായിച്ചതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബെൽത്തങ്കടി രൂപതയിലെ, കർണാടകയിലെ ബെൽത്തങ്കടി രൂപതയിലെ കുട്ടർപാടി ഇടവങ്ങമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. 2025 ഡിസംബർ 2-ാം തീയതി. ഞാൻ 2.5 വർഷമായിട്ട് എൻ്റെ മെറ്റർനിറ്റി ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. ഞാൻ കൊച്ചിന് 1 വയസ്സായപ്പം തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോടും ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, അല്ല ഓൺലൈനെങ്കിലും ഒരു ഉടമ്പടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ അന്നേരമൊക്കെ വിചാരിച്ചു, ഉടമ്പടി എടുത്തിട്ട് തന്നെ അല്ലല്ലോ, ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഒക്ടോബറൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയുടെ പേജിൽ പോയി സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഉടമ്പടി വസ്തുക്കളൊന്നും അതിൽ കിട്ടത്തില്ല. നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു, ശരിയാ, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ട, നീ അവിടെ തന്നെ പോയി ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഒരാൾ 5 വയസ്സും അടുത്ത ആൾ 2 വയസ്സുമാണ്. അവരെ കൊണ്ട് ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അതല്ല, ഞങ്ങൾ 4 പേര് ഹസ്ബൻഡും പിള്ളേരുമായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് സ്കൂളിലും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ലീവൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ നവംബർ തൊട്ട് ഞാനിങ്ങനെ ഓൺലൈൻ നിബന്ധനകളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിബന്ധനകളൊക്കെ പാലിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ ഈ നിബന്ധനകളിലൊക്കെ നടത്തി ഞാൻ ട്രൈ ചെയ്യാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാം. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം പാലിച്ചിരിക്കണം. അത് കാരണം ഞാൻ നവംബർ ആദ്യം തൊട്ടേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും എല്ലാം ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം തൊട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആകുന്നതൊക്കെ വിട്ടു. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും വന്നെങ്കിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്താലും മാസത്തിൽ 1-2 ഇൻ്റർവ്യൂ എനിക്ക് വരാറുള്ളൂ. വന്നെങ്കിൽ തന്നെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടൊക്കെ ക്ലിയർ ആവും. ചിലപ്പോൾ 3rd റൗണ്ടിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ മുമ്പ് 8 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളും ഞാൻ വർക്ക് ചെയ്തതിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഞാൻ ഒന്നെങ്കിൽ അത് കോൺട്രാക്ട് ബേസ് ആയിരിക്കും, ഡയറക്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ടൊരു IT ഫീൽഡല്ല. ഞാൻ IT ഫീൽഡ് ടെസ്റ്റിംഗ് ഇതിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് വിഷമമാണ്. എൻജിനീയറിങ് ചെയ്തിട്ടും ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ വെച്ച്. അങ്ങനെ ഈ 1 മാസത്തോളം ഞാൻ ഈശോയോടും മാതാവിനോടും കൂടുതലടുത്ത് എല്ലാ കാര്യങ്ങളും നിബന്ധനകളെല്ലാം
പാലിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ടൈം ടിക്കറ്റ് 2-3 മന്ത്സത്തേന് ടിക്കറ്റ് ഫുള്ളാണ്. അപ്പം തത്കാലം എടുത്ത് വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഡിസംബർ ആയപ്പോഴത്തേനും നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും തത്കാലം എടുക്കാൻ ട്രൈ ചെയ്തു. ആദ്യ പ്രാവശ്യം എടുത്തപ്പോഴത്തേനും അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, അല്ല നവംബർ 30-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ആൾമോസ്റ്റ് 11:10 ആയി. 11:10 മുമ്പേ ടിക്കറ്റ് 11 കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷേ 11:10 ആയപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കായിരുന്നു ഒന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ കാറ് സൈഡിലാക്കി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. എനിക്ക് മൺഡേ നൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റായി, ട്യൂസ്ഡേ രാവിലെ ഇവിടെ വരാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു, വീട്ടിലെത്തി. അതിൻ്റെ മുമ്പ് സാറ്റർഡേ ഞാനൊരു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിഗ് 4 കമ്പനിയിൽ ഒരു കമ്പനിയായ EY എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. ഞാൻ അതിലൊന്നും പ്രതീക്ഷ വെച്ചില്ല. അങ്ങനെ അതിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. തിങ്കളാഴ്ച നൈറ്റ് ഇങ്ങോട്ട് കയറാനുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയായപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് കോൾ വന്നു, ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിന് ചൊവ്വാഴ്ച വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് തത്കാൽ ടിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്, മാതാവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചൊവ്വാഴ്ച വരാൻ പറ്റത്തില്ല, ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല ചൊവ്വാഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-3 പേര് മാറി വിളിച്ചു. അവർ പറഞ്ഞു, ഉച്ച കഴിഞ്ഞെങ്കിലും വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് വെനസ്ഡേ എനിക്ക് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വെനസ്ഡേ നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ കുറവാണ്, ബിക്കോസ് ചൊവ്വാഴ്ച വരുന്നവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല, അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എനിക്ക് വെനസ്ഡേ ആണെങ്കിൽ മതി, ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാനിവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രദർശനത്തിൽ എനിക്ക് തിരി കിട്ടുകയും ചെയ്തു. എനിക്ക് തിരിയും കൂടെ കിട്ടിയപ്പം കൂടുതൽ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അതുമല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരുന്നതായിരുന്നു ഇനിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ആലപ്പുഴയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷേ ഇവിടെ എങ്ങും ഞാൻ വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നതെന്നൊരു പേടിയായിരുന്നു ആദ്യം. പക്ഷേ എനിക്ക് മലയാളം ചെറുതായിട്ട് വായിക്കാനൊക്കെ അറിയാം. പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി, ചെർക്കള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ഇരുന്നു. ഞാൻ ബുക്കൊന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് വന്ന കാരണം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു 3 മണിയായപ്പോഴത്തേനും കോൾ വന്നു, സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ബുധനാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു, തത്കാൽ ടിക്കറ്റ് നെക്സ്റ്റ് ഡേക്കുള്ളത് അങ്ങോട്ട് പോകാനുള്ളത്. അങ്ങനെ ഞാൻ ജനറൽ ടിക്കറ്റ് തന്നെ ഇരുന്നുകൊണ്ട് പോയി. അവിടെ മോർണിംഗ് അവിടെ എത്തിയപ്പോഴും ലേറ്റായി, 1.5 hours ലേറ്റായി ട്രെയിൻ എത്തിയപ്പോൾ. അവിടെ നിന്ന് വീട്ടിൽ പോയി ഫ്രഷപ്പ് ആയി ഞാൻ 12 o'clock എനിക്ക് ഇൻ്റർവ്യൂ സ്ഥലത്ത് പോകണം. അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, ഓൺലൈൻ അല്ലായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ ആയിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് അവിടെ എത്തി സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു. അത് അവരെന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തന്നു. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ റൂമിൽ കയറുന്ന നേരത്ത് ഞാൻ തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ടുപോയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ടേബിളിലും കുരിശൊക്കെ വരച്ചു, ഉപ്പും കൊണ്ട് കുരിശ് വരച്ചു, നെറ്റിയ തൈലം തൂത്തുകൊണ്ട് പോയി. എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ചിലത്. അപ്പം ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് അവർ ഒരു പേപ്പർ തന്നു, അതിൽ പോയിൻറ്റ്സ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാശ് രൂപ ഞാൻ എൻ്റെ മാലയിൽ കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് കാശ് രൂപ ഇങ്ങനെ മുറുകെ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അങ്ങനെ പോയിൻറ്റ്സ് എഴുതി. അവരെന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു.
അവർ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നു. ഞാൻ എഴുതി അങ്ങനെ അവർക്ക് കൊടുത്തു. അവർ ഓക്കെ ആയി. ഫസ്റ്റ് റൗണ്ട് ഓക്കെ ആയി. സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് അതും ആൾമോസ്റ്റ് 2 hours ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് റൗണ്ടായിട്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ടുണ്ട്, ഈ വീക്ക് നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ഓൺ ബോർഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഡിസംബറിലാണല്ലോ ഇവിടെ വരുന്നത്. 7-ാം തീയതി പ്രത്യക്ഷീകരണ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണമേ എന്ന്. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തന്നെ എനിക്ക് ജോലി കൺഫേമായി. 10-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. 11-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് ഈ ജോലി മേടിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് വൃദ്ധസദനം സന്ദർശിക്കുകയും അവിടെയുള്ള രോഗികളുടെ അടുത്ത് സമയം ചെലവാക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് ധനസഹായം ചെയ്യുകയും പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്യുകയും പഠിക്കാനുള്ള കൊച്ചിന് സഹായം ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ദിവസവും കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ അന്ന് പറ്റിയില്ലെങ്കിലും ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. കൊന്ത ചെല്ലാറുണ്ട്. എനിക്ക് 2 ദിവസമാണ് ഓഫീസിൽ പോകാനുള്ളത്, 1-2 ദിവസം. ആ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 3-4 കൊന്തകൾ ചെല്ലാറുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകൻ 11:22. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തനെ സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ട്രിസ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം, മകൾക്ക് ഏറെ നാൾ പരിശ്രമിച്ച് ലഭിക്കാതിരുന്ന ജോലി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ വിശ്വാസത്തോടെ മകൾ തീരുമാനിച്ച് അതിനുള്ള പരിശ്രമം തുടങ്ങുന്ന നാളുകളിൽ തന്നെ അമ്മ മാതാവ് മകൾക്ക് ജോലി ഒരുക്കി കൊടുക്കുന്നതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, മകളെ കൃപാസനത്തിലേക്ക് പോരുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് തീരുമാനമെടുത്ത് ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ പോരുന്ന അതേ ദിവസം തന്നെ, ഇവിടെ എത്തിച്ചേരുന്ന അതേ ദിവസമാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി കമ്പനി വല്ലാതെ കണ്ട് പലരിലൂടെ നിർബന്ധിക്കുന്നത്. അത് മകളെടുക്കുന്ന ഒരു നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മകളത് പല ആവർത്തി തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. ഓരോ തവണയും അവർ ചൊവ്വാഴ്ച തന്നെ ഇൻ്റർവ്യൂവിന് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ജോലി കിട്ടിയില്ലെങ്കിൽ കൂടിയും ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിന് വരുത്തില്ല. അത് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ട ദിവസം, ഇവിടെ ഉടമ്പടി എടുക്കേണ്ട ദിവസമാണെന്ന് മകളത് അറിയിക്കുന്നുണ്ട്. അതൊരു പ്രധാന പ്രമേയമാണത്. കാരണം നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നവർ നമ്മളെ ചില കാര്യങ്ങൾ ആത്മീയമായ ഒരുക്കങ്ങളിലും ആത്മീയ ജീവിതത്തിൻ്റെ ചില നിലപാടുകളും എടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇറച്ചിക്കഷ്ണം കാണിച്ചാൽ, അപ്പക്കഷ്ണം കാണിച്ചാൽ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ രീതികളിൽ നിന്ന് മാറിപ്പോകുമോ, അതോ ആത്മീയ ജീവിതം ബലം പിടിപ്പിക്കുവാനുള്ള ആ രീതികളിൽ ഉറച്ചു നിൽക്കുമോ? മകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാമായിരുന്നു. ഒരു 10,000-1500 രൂപയുടെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ നഷ്ടം എന്ന് വേണമെങ്കിൽ കണ്ടുകൊണ്ട് ഒരു കോംപ്രമൈസ് വേണമെങ്കിൽ അതിനാകാമായിരുന്നു. പക്ഷേ കോംപ്രമൈസ് ഒരിക്കലും കവനന്റിനോട് ചേർന്ന് പോകുന്നതല്ല. നാം എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുവോ ആ ഓരോ കോംപ്രമൈസും കവനന്റിനെ, ഉടമ്പടിയെ വീക്കൻ ചെയ്യും, ദുർബലമാക്കും. പക്ഷെ കോംപ്രമൈസ് ഇല്ലാതെ കമ്മിറ്റഡായി നാം ഒരു ജീവിത വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് പോലും അസാധ്യമെന്ന് കരുതുന്ന ഉടമ്പടി നിയോഗങ്ങളെ നമുക്കത് അനുഗ്രഹമാക്കി മാറ്റിത്തരും. അതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മളെപ്പോഴും ഇതൊന്ന് ഒരു ആത്മപരിശോധനയുടെ മേഖലയിൽ വെക്കേണ്ടതാണ്. നാം അമ്മ മാതാവിനോടൊപ്പം ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും കൊളുത്തുകൾ, എളുപ്പവഴികൾ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചുറ്റുവരികുന്നുണ്ടോ?
വല്ലാതെ നിർബന്ധിക്കുന്നുണ്ടോ? നാം അതിൽ വീണു പോകുന്നുണ്ടോ? അങ്ങനെ വല്ലാതെ ചുറ്റിവരിയുന്ന നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നാം വീണു പോകുന്നുവെങ്കിൽ അത് ഉടമ്പടിയെ തള്ളിപ്പറയലാണ്, ഉടമ്പടിയെ ഉപേക്ഷിക്കലാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് അസാധ്യമായത്, നാളിതുവരെ പരിശ്രമിച്ച് നമുക്ക് ലഭിക്കാത്തത്, ഒരുപക്ഷെ വല്ലാതെ നിരന്തരമായ ക്ലേശത്തിലേക്ക് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ ദൈവശക്തിയാൽ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഉടമ്പടിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ആ ഉടമ്പടിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും ജീവിതത്തെ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. മകൾക്ക് അതേ ഇൻ്റർവ്യൂ തന്നെ ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. മകൾ ആഗ്രഹിക്കുന്നത് പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 7-ാം തീയതിയോടടുത്ത് തന്നെ മകളുടെ ജോലി ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ജോലി മകളിന്ന് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങളെ അകറ്റി നിർത്തിയാൽ ദൈവം നമ്മുടെ ജീവിത വിഷയം ഏറ്റെടുത്തുകൊണ്ട് ക്ഷണനേരം കൊണ്ട് സമയ ചുരുക്കത്തിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു തരും. അതുകൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ കമ്മിറ്റഡായ ജീവിതത്തിന് വേണ്ടി കവനൻറ്റിൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം. അത് നഷ്ടങ്ങളല്ല, നേട്ടങ്ങളായിരിക്കും. ഈശോയിലൂടെ അമ്മ മാതാവ് നമുക്ക് നേടിത്തരിക. അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.